ഇത് ആദ്യം മനസ്സിലാക്കി. ഇതിനകത്ത് അടിയുണ്ട്, ഭയങ്കരമായിട്ട് അടിയുണ്ട്. ഇത് മോദി പറയുന്ന അമേരിക്കയായിട്ട് ഇവരുമായിട്ടൊക്കെ സെറ്റിൽ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, മോദിക്ക് ആ പഴയ ആവേശവും പരിപാടിയൊക്കെ അങ്ങ് ഡൗൺ ആയി. പുള്ളി മെന്റലി, പുള്ളി ഈ പറയുന്ന പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം ഇങ്ങനൊന്നും അല്ല മോദി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ബീഹാർ ഇലക്ഷനാണ് മോദിയുടെ ലൈഫിലെ, അതായത് പ്രധാനമന്ത്രി ക്രൂഷ്യൽ എന്ന് പറയുന്നത്. ഈ BJP-ക്കാർ തന്നെ മോദിക്കെതിരെ വോട്ട് ചെയ്യും. ഇന്ത്യയിൽ പലയിടത്തും പല BJP-ക്കാർ, ഞാൻ പറയുന്ന യാഥാർത്ഥ്യമാണ്, മോദിയെ തെറി വിളിക്കാൻ തുടങ്ങി. ഈ സ്റ്റേറ്റിൽ കൂടെയുള്ള ഇത് തുടങ്ങി, ആൾക്കാർ കൂടി പ്രതിഷേധം നടക്കും, മോദിയെ പച്ചത്തെറി വിളിക്കുക. ആരാതിൻ്റെ പോലെ BJP. ആരാതിന് നേതൃത്വം കൊടുക്കുന്നത്? അൺനോൺ BJP. അതായത് നേരത്തെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ പലർക്കും സീറ്റ് കൊടുക്കാത്ത പല ആൾക്കാരുണ്ട്. അതായത് മോദിയുമായിട്ട് ലോഹിത്തിൽ പോകാത്ത പല ആൾക്കാരുണ്ട്. അവരൊക്കെ ഇതിൻ്റെ അകത്ത് പല ഭാഗത്തും നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിപ്പം ഈ ഗഡ്കരിയുടെ പ്രസംഗത്തോടു കൂടി അവരെല്ലാം ഇപ്പം വിസിബിൾ ആവും. അതായത് വരാൻ പോകുന്ന, ഞാൻ പറഞ്ഞില്ല, 1 വർഷമാണ് ഇയാളല്ലെങ്കിൽ അമേരിക്കയുടെ കാലയെ പിടിച്ചോണം, അല്ലെങ്കിൽ മോദിയെ താഴെ ഇറക്കും, അല്ലെങ്കിൽ അയാളെ രാജിവെച്ചു പോകും. ഇത് മനസ്സിലാക്കുക. ഇത് കോൺഗ്രസിന്റെ കഴിവൊന്നും അല്ല. ഇത് കോൺഗ്രസിന്റെ കഴിവേ അല്ല. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്യൂ ആയിരിക്കുന്ന സംഭവമാണ് നേപ്പാളിന് ശേഷം ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ്.